ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ നമ്മൾ ചക്കയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പം ഇന്നല്ലാത്തൊരു സംഭവം ഉണ്ട്. അപ്പോൾ ചക്കീനെ നമ്മൾ കാണാതെ പോയി. അപ്പം നമ്മൾ മേടിച്ചു പറമ്പിൽ കരച്ചിലും. ഇന്ന് കുരങ്ങന്മാരുണ്ട്. ഞങ്ങളോടത്തിന് കുരങ്ങന്മാരും എല്ലാം എടുത്തുകൊണ്ട് പോയത്. അങ്ങനെ നോക്കിയിട്ട് ഞങ്ങൾ രാത്രി 12 മണി തൊട്ട് 1:30 വരെ പറമ്പ് മൊത്തം അരിച്ചു കുറയ്ക്കാം. എന്നിട്ട് പുള്ളിക്കാരനെ കിട്ടിയില്ല. ചക്കീന്ന് മീൻസ് കണ്ടമ്പൂച്ചയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി കാണാനായിട്ട്. പിന്നെ രാവിലെ ആയപ്പോൾ ഞാൻ നോക്കുമ്പോൾ കരച്ചില്ല, നോക്കുമ്പോൾ ചക്കി. അപ്പോഴാണ് അച്ഛമ്മ നഗ്നസത്യം പറഞ്ഞത്. അവനേതോ ചക്കിപ്പൂച്ചയുടെ പുറകെ പോയതാണ്. അപ്പോൾ അവന് വേണ്ടി ഇന്നൊരു സർപ്രൈസ് കൊടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഞങ്ങളുടെ സ്ഥലമാണ് കേട്ടോ. കണ്ട, നമ്മൾ അമ്പലത്തിൻ്റെ വാതിക്കലാണ് കേട്ടുള്ളത്. ഇതാണ് അമ്പലം. അപ്പം നമുക്ക് പോകേണ്ടത് ഈ വഴിയാണ് കേട്ടോ. നിങ്ങളോർക്കും ഞാനെന്ത് ഈ കാട്ടിക്കൂടെ പോകുന്നതിന്. ഇത് കാടൊന്നും അല്ല, ഇതൊരു വഴിയാണ്. അങ്ങ് താഴെയായിട്ട് ആ ചേച്ചിയുടെ വീട് കേട്ടോ. അപ്പോൾ ആ ചേച്ചിയുടെ വീട്ടിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. അവിടെയാണ് നമ്മുടെ സർപ്രൈസ് ഇരിക്കുന്നത്. നമുക്ക് പോകാം. കുത്തനെ ഇറക്കമാണ് കേട്ടോ. അപ്പുറത്തെ ഏലത്തോട്ടമായതുകൊണ്ട് ഇങ്ങനെ ചെറിയ വഴി. പിന്നെ ആമ്മച്ചവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. സമ്മതിക്കണമല്ലേ ഈ കാട്ടിനകത്തൊക്കെ ഒറ്റയ്ക്ക് താമസിക്കാൻ? അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് എത്തിച്ചേരേണ്ട വീട്. ഇവിടെ ഈ ഒരു വീട് മാത്രമേ ഉള്ളൂ കേട്ടോ. താഴോട്ട് പോയി നോക്കാം വീട്ടിലാരെങ്കിലും ഉണ്ടോ. വീട്ടിലാരുമില്ലെന്ന് തോന്നുന്നു, പൂട്ടിയിട്ടിരിക്കുക. വിളിച്ച് നോക്കി കേട്ടോ. അപ്പോൾ അവിടെ ആരും കാണുന്നില്ല. നമുക്ക് എന്തായാലും പുറകുവശത്തൂടെ പോയി നോക്കാം അവിടെ ആരെങ്കിലും ഉണ്ടോ. ഓ, ഇവിടെയും പൂട്ടിയിട്ടിരിക്കുക, ആരുമില്ല. ഇവിടെ കുറേ പട്ടിക്കുഞ്ഞുങ്ങളുണ്ട്. ഇതേണ്ട കുറേ പട്ടിക്കുഞ്ഞുങ്ങൾ ഓടി കിടപ്പുണ്ട്. തള്ളപ്പട്ടി പ്രസവിച്ചിട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. ഒരാളവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പം ആരെയും കാണാനായിട്ട് നമ്മൾ അവിടെ നിന്ന് ഒച്ചത്തിൽ വിളിച്ചപ്പോഴത്തേക്ക് താഴെ പറമ്പിൽ നിന്ന് ആരോ വിളിക്കും. അപ്പോൾ പറമ്പിലുണ്ടാകും. അപ്പോൾ അവിടെ എങ്ങാണ്ട് വിളിച്ചിരിപ്പുണ്ട്. കയറി വരുന്നുണ്ടെന്ന് തോന്നുന്നു. അന്ന് ഇതുപോലെ പോയപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു കേട്ടോ. അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ലേ. അപ്പം ഒന്നുകൂടെ ഞാൻ വിളിച്ചു നോക്കി. അപ്പോൾ ദാ ഇവിടെ ഉണ്ടേന്ന് പറഞ്ഞു. നിങ്ങൾ കാണുന്നുണ്ടോ? ഞാനിവിടെ ഉണ്ടേ. പൂച്ചക്കുഞ്ഞിന്റെ അമ്മേനെ കിട്ടിയിരിക്കുന്നു. പട്ടിക്കുഞ്ഞുങ്ങളാണല്ലോ അവിടെ. ഇത് ഞങ്ങൾക്ക് പരിചയമുള്ള പട്ടിക്കുഞ്ഞാണ് കേട്ടോ. അപ്പം അത് പ്രസവിച്ചിട്ടാ ഞങ്ങളുടെ വീട്ടിൽ വന്നത് കേട്ടോ. ഇത് ഞങ്ങളുടെ കൊച്ചിൻ്റെ പട്ടിക്കുഞ്ഞുങ്ങളൊക്കെ അങ്ങോട്ട്. എനിക്കറിയത്തില്ല. ഇതിന്റെ തോന്നുന്നു ജാക്കി കുഞ്ഞ്. ഞാൻ വിളിച്ചതിന്റെ ബഹുമാനം കൊണ്ടാണെന്ന്. ഞാൻ സൂം ചെയ്തപ്പോൾ തന്നെ മുള്ളി കാണിച്ച പട്ടിക്കുഞ്ഞ് കണ്ടില്ലേ. മുള്ളി കാണിക്കുവാണ് കേട്ടോ. എന്നിട്ട് വാല് വാട്ടിക്കൊണ്ട് ഓടി. ഞാൻ പട്ടീനെ കളിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മച്ചോറ് ഞാൻ പൂച്ചക്കുഞ്ഞിനെ എടുത്തിട്ട് വന്നു പൂച്ചക്കുഞ്ഞിനെ പിടിക്കാൻ പോയി. ഹലോ ഗൈസ്, നമ്മുടെ പൂച്ചനെ കിട്ടിയിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ പൂച്ചക്കുഞ്ഞുണ്ട് കേട്ടോ. ഇന്നലെ ചക്കീനെ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പൂച്ചക്കുഞ്ഞിനെ കിട്ടി കേട്ടോ. ഇതിനകത്തോണ്ട് പൂച്ചക്കുഞ്ഞ് ചാടിയപ്പോയിരിക്കാൻ വേണ്ടി ആ അമ്മച്ചി നമുക്ക് കിറ്റിനകത്ത് ഇട്ട് തന്നേക്കും. അപ്പോൾ നമുക്ക് വീട്ടിൽ ചെന്നിട്ട്, ഇതെനിക്ക് സർപ്രൈസാണ്, ഞാൻ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. പൂച്ചക്കുഞ്ഞ് ഏതാണ് ഏത് കളറാണെന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് വീട്ടിൽ ചെന്നിട്ട് വേണം ഇത് ഏത് കളറാണ് എങ്ങനെയാണെന്നൊക്കെ നോക്കാൻ. മടുത്ത് ഭയങ്കര കയറ്റം ഇറക്കാനായിട്ട് ഭയങ്കരമായിട്ട് മടുത്ത്. അപ്പോൾ നമ്മുടെ കൊച്ചച്ഛൻ്റെ മോളുണ്ട് കേട്ടോ. കൊച്ചച്ഛൻ്റെ മോളാണ് ഇത്, ദുർഗ. എവിടെ ദുർഗ? പരിചയപ്പെടും. ഹായ് പറ. എവിടെ ഒളിച്ചിരിക്കുന്നു കണ്ടോ? കൊച്ചച്ഛൻ്റെ മോളാണ്, എൻ്റെ കൊച്ചച്ഛൻ്റെ. അപ്പോൾ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് പൂച്ചക്കുഞ്ഞിനെ തുറക്കാം. എന്നിട്ട് ചക്കിയുടെ എക്സ്പ്രഷൻസ് നമുക്ക് കാണാം കേട്ടോ. ഇത് നമ്മുടെ അമ്പലമാണ് കേട്ടോ. നമ്മുടെ ശിവൻ്റെയും പാർവതിയുടെ അപ്പൂപ്പൻ്റെ അമ്പലം, പാറയുടെ മുണ്ടയിലുള്ള അമ്പലം. മുകളിലാണ് ഇത്, കണ്ടില്ലേ? ഇവിടെ കണ്ടോ? അതോ മലയും പാറയൊക്കെ ഉണ്ടോ? കണ്ടില്ലേ? ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണിത്, എൻ്റെ അച്ഛൻ്റെയൊക്കെ. ഇതെന്താ സംഭവം എന്ന് ആർക്കെങ്കിലും മനസ്സിലായ? കണ്ടോ? കാറ്റടിക്കുമ്പോൾ കറങ്ങും. എനിക്കൊന്ന് കറണ്ടിൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ. കാറ്റാടിപ്പാടമാണെന്ന് തോന്നുന്നു. അതെ, ഞങ്ങളുടെ വീട്ടിലെ ജാക്കിയുടെ അമ്മയാണ് കേട്ടോ ഇത്. ജാക്കി പുറകെ വന്ന് വിളിച്ചിരിക്കും. അതെ, കണ്ടില്ലേ? വാലാട്ടിക്കണ്ടു. കണ്ട? ആ കാണുന്നില്ല? അതാണ് ഞാൻ പണ്ട് പഠിച്ച സ്കൂള്. കാണുന്നുണ്ടോ നിങ്ങൾ?
അപ്പുറത്താണ് കേട്ടോ, അങ്ങ് മലയുടെ അപ്പുറത്ത്. പിള്ളേരൊക്കെ ഓടിക്കളിക്കുന്നുണ്ട് കേട്ടോ. ഈ ഫോണിന് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് കാണാത്ത. പണ്ട് ഞാനും ഓടിക്കളിച്ച സ്കൂളായത്. അതൊക്കെ ഒരു കാലം. പിന്നെ ആ കാണുന്ന സ്കൂൾ കണ്ടോ? ഇനി കാണാമോന്ന് അറിയത്തില്ല, ഞാൻ സൂം ചെയ്ത് നോക്കട്ടെ. ആ സ്കൂൾ കാണുന്നുണ്ടോ? അത് ഞാൻ 6ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളാണ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ആലപ്പുഴയിലോട്ട് പോയി. നല്ല രസമാണ് കേട്ടോ ആ സ്കൂള്. നല്ല പാറയും നല്ല അടിപൊളി സൂപ്പറാണ്. എന്ത് ചെയ്യാനാ. ഇപ്പം പൂച്ചക്കുഞ്ഞിനെ കൊണ്ടുവരുന്ന കാര്യം ഞാൻ അച്ഛമ്മയോട് പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം വീട്ടിൽ ചെല്ലുമ്പോൾ അറിയാം അച്ഛമ്മയുടെ വായിരിക്കുന്നത് കേൾക്കണോ വേണ്ടോ. എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു ഇപ്പോൾ പോയിട്ട് വരാമെന്നും പറഞ്ഞാൽ പോയത്. പൂച്ചക്കുഞ്ഞിനെ എടുക്കാൻ പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അച്ഛമ്മയ്ക്ക് ഈ പൂച്ചക്കുഞ്ഞുങ്ങളൊക്കെ ഇഷ്ടമാണ് കേട്ടോ. പുള്ളിക്കാർ ഭയങ്കര മൃഗസ്നേഹിയാണ് എന്നെപ്പോലെ, ഞാനും അതുപോലെ. പിന്നെ ഇവരൊക്കെ ഉണ്ടായൊരു രസമില്ല, വീട്ടിൽ പറഞ്ഞും മിണ്ടിയൊക്കെ ഇരിക്കാൻ ഒരു കൂട്ടായില്ല. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കണ്ടല്ലോ, അവരെ കളിപ്പിച്ചുകൊണ്ടിരിക്കാം. അപ്പം നമുക്ക് വീട്ടിൽ ചെന്നിട്ട് അറിയാം അച്ഛമ്മയുടെ എക്സ്പ്രഷനും ചക്കിയുടെ എക്സ്പ്രഷനും എല്ലാം. പക്ഷെ നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ നടന്ന് വീടെത്താറായി കേട്ടോ. അച്ഛമ്മ അവിടെ തുണി അലക്കിക്കൊണ്ടിരിക്കുവാണ്. കേട്ടോ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അച്ഛമ്മയ്ക്ക് പൂച്ച വേണ്ടെന്ന് തന്നെ കാണിച്ചിട്ട് തേനിക്കുടി കണ്ടില്ലേ? കാണുന്നുണ്ടോ? കിടക്കണ്ട, കേൾക്കുന്നില്ലേ? പറയുന്ന കേൾക്കുന്നുണ്ടോ? പൂച്ച ഇതിനകത്തന്നെ കേട്ടോ. നമ്മുടെ ഒരു പൂച്ചക്കുഞ്ഞാണ് ഇരിക്കുന്നുണ്ടോ? ഉണ്ടോ? പേടിച്ചിരിക്കുകയാണ്. എന്നെ കടിച്ചു പിള്ളേരെ. എന്റെ കൈ മൊത്തം കടിച്ചു വെച്ചേക്കുവാ. പോണുണ്ടോ? ഒരുത്തൻ കട്ടിലിൻ്റെ കയറി ഒളിച്ചിരിക്കുക കേട്ടോ. ഭയങ്കര കടിയനാ, പേടിച്ചിട്ടായിരിക്കും കേട്ടോ. ചാടിയത് ഓടുക, കട്ടിലിനിടെ ഒളിച്ചിരിക്കുക കണ്ടോ. വീഡിയോ എടുത്തോണ്ടിരുന്ന സമയത്ത് ഒരുത്തി ഞങ്ങളുടെ കയ്യിൽ നിന്ന് ചാടിപ്പോയി. അത് കാരണം അച്ഛമ്മ പറഞ്ഞ ബാക്കി ഡയലോഗെല്ലാം വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എന്നെ ചീത്തയൊന്നും പറഞ്ഞില്ല കേട്ടോ, കാര്യമായിട്ട് എന്തൊക്കെയോ പറഞ്ഞു, ചീത്തയായിട്ടൊന്നും പറഞ്ഞില്ല. എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്തായാലും ചക്കിക്ക് നല്ല ദേഷ്യമായി, വീട്ടിനകത്ത് കയറാറില്ല, പെരക്കകത്തോട്ടേ കയറുന്നില്ല. എന്ത് ചെയ്യാനാ, പൂച്ചക്കുഞ്ഞുങ്ങളെ കൊണ്ടത് എനിക്ക് പണിയായിരുന്നു. വണ്ടിയിലേ ഇരിക്കുന്ന മോന്ത വണ്ടിയില് ഇത്രയ്ക്കും കുശുമ്പേ. പൂച്ചയാണെങ്കിലും ഇങ്ങനെയൊക്കെ കുശുമ്പോ, അത് കുഞ്ഞുങ്ങളല്ലേ. ഇവിടെ ആരും ഇല്ല. അല്ലെങ്കിൽ അച്ഛമ്മയുടെ കൂടെ കട്ടിലേ കയറി പുതപ്പിനടി കയറി ഇരിക്കുന്ന ആളാണ്. 2 ദിവസമായിട്ട് പെരക്കകത്തോട്ട് കയറിയിട്ടില്ല പൂച്ചക്കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട്. പെരക്കത്ത് കയറി അപ്പം മുറുമാൻ തുടങ്ങും എന്നും പറഞ്ഞു. ഞാൻ ഇന്ന് രാത്രി മൂത്രമൊക്കെ എണീറ്റ് പോയപ്പോഴത്തേക്കും ഇരുന്ന് ഉറക്കം തോന്നുന്നു വഴി ഇവിടെ റോട്ടിൽ. ഞാൻ പിന്നെ പിടിച്ചോണ്ട് അകത്ത് പോയപ്പോഴത്തേക്കും അവിടുന്ന് എന്നോടത്ത് ചാടി ദേഷ്യപ്പെട്ടുകൊണ്ട് ഓടിക്കളഞ്ഞു. പാവം. ആദ്യത്തെ പിണക്കണൊക്കെയാണെന്നൊക്കെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ഇണങ്ങിക്കോളും അല്ലേ. ഇതൊക്കെയല്ലേ ഒരു രസം. രാത്രിയായപ്പോൾ എടുത്താണ്. രാത്രിയായപ്പോഴാണ് രണ്ടുപേരെയും കൈ കിട്ടിയത്. പിന്നെ 2 പേർക്കും ചാക്കൊക്കെ ഇട്ട് അവരെ സുഖമായിട്ട് കിടത്തി ഉറക്കി. പാവം. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബായ്.